കുട്ടമ്പേരൂർ ആറുവളപ്പ് മത്സ്യകൃഷി പദ്ധതി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കടലിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ വിഴിഞ്ഞത്ത് കൃത്രിമ പാനലുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. കുട്ടമ്പേരൂർ ആറിനെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ജലാശയത്തിൽ പരമാവധി മത്സ്യകൃഷി നടത്തണം. വിഷമില്ലാത്ത മത്സ്യം ജനങ്ങൾക്ക് കൊടുക്കുകയാണ് പ്രധാനം. മത്സ്യസമ്പത്തിനൊപ്പം വരുമാന സ്രോതസ്സും വർദ്ധിപ്പിക്കണം. ഇതിനായി ഫിഷറീസ് വകുപ്പ് പച്ചമീനും ഉണക്കമീനും ഓൺലൈൻ വിൽപ്പന സംവിധാനം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. അടുത്തതായി കൊല്ലം ജില്ലയിലും ഓൺലൈൻ മാർക്കറ്റിംഗ് സംവിധാനം ആരംഭിക്കും. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മാർക്കറ്റും വിപുലമാക്കും. മത്സ്യകൃഷിയോട് ചേർന്ന് ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാകണം. ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ ചെറിയ ഹട്ടുകൾ കൃഷി ചെയ്യുന്ന മത്സ്യം പാകം ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന അന്തരീക്ഷം എന്നിവ ഒരുക്കിയെടുത്താൽ സ്ത്രീകൾക്ക് വരുമാന മാർഗമാകുമെന്നും മന്ത്രി പറഞ്ഞു. എണ്ണയ്ക്കാട് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപം നടന്ന ചടങ്ങിൽ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പുഷ്പലത മധു അധ്യക്ഷത വഹിച്ചു. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം മുഖ്യപ്രഭാഷണം നടത്തി. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മത്സ്യസമ്പത്ത് നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ പറ്റും. അപ്പോൾ അത് ഉണക്കമീനും കയറ്റി അയക്കും. ഇനിയിപ്പോൾ ഫ്രഷ് മീൻ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ചെയ്യുകയാണ്. അതിന് ഓൺലൈൻ മാർക്കറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ദിവസം കൊല്ലത്ത് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി എല്ലാ വീടുകളിലും ഓർഡർ അനുസരിച്ച് കൃത്യമായി നമുക്ക് മത്സ്യം എത്തിക്കാൻ കഴിയും. അപ്പോൾ ഫ്രഷ് മീനിൻ്റെ മാർക്കറ്റിങ്ങും ഡ്രൈ ഫിഷിൻ്റെ മാർക്കറ്റിങ്ങും കേരളത്തിൽ വ്യാപകമായി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ പൂന്തുറയിലെ നമ്മുടെ വലിയൊരു പദ്ധതി നമ്മൾ ഇന്നലെ അതിൻ്റെ പരിശോധനയായിരുന്നു. കടൽ തിരമാല അടിച്ച് കര നഷ്ടപ്പെടുമ്പോൾ പൂന്തുറ അല്ലെങ്കിൽ നമ്മുടെ തീരദേശത്ത് വലിയ പ്രശ്നമാണ്. കടൽ ഭിത്തി കെട്ടാനൊന്നും കഴിയില്ല. കാരണം 600 കിലോമീറ്റർ കരിക്കല്ലൊന്നും എടുക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ചൈനയിലെ ഒരു ജിയോ ട്യൂബ് കേരളത്തിൽ കൊണ്ടുവന്ന് 150 കോടി രൂപ ചെലവിൽ അതിന് ആദ്യഘട്ടമായി 700 മീറ്റർ, അതായത് കടലിനകത്ത് നിക്ഷേപിക്കുക. ഇത് 250 ടണ്ണാണ് ഒരു ട്യൂബിനകത്ത് കയറ്റുന്നത് മണൽ. അപ്പോൾ 200 മീറ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വലിയ തരത്തിൽ കര കിട്ടിക്കഴിഞ്ഞു. അത് വിജയിച്ചാൽ കേരളം രക്ഷപ്പെടും. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മൊത്തത്തിൽ കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നൊരു പദ്ധതിയാണ്. ഇന്നലെ അതിൻ്റെ റിവ്യൂ ആയിരുന്നു. ഞാനിവിടെ പങ്കെടുത്ത് തിരുവനന്തപുരത്ത് നടത്തി.